മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കനാലിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യം ഉണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. യോസേപ്പിൻ്റെ വംശം ഫറവോന് വെളിവായി വന്നു. യോസേപ്പ് ആളയച്ച തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രയീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ എമോരിൻ്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തക്കാലം എടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ യോസേപ്പിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വന്നു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു. നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ചവരെ പുറത്ത് ഇടുവിച്ചു. ആ കാലത്ത് മോശെ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നും മിസ്രയീമിനെ അടിച്ചു കൊന്ന് പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. തൻ്റെ ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്തവൻ അവനെ ഉന്തിക്കളഞ്ഞു. ഇന്നലെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാര്? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. സ്തെഫാനോസ് വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും മോശയ്ക്കും ദേവാലയത്തിനുമൊക്കെ എതിരായി സംസാരിക്കുന്നു എന്നാണ് കള്ളസാക്ഷികൾ പറഞ്ഞത്. എന്നാൽ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം വളരെ കൃത്യമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്തെഫാനോസ് അവരെ അറിയിക്കുകയാണ്.
പ്രത്യേകിച്ച് മഹാപുരോഹിതനെ അറിയിക്കുക. ഇവിടെ യെരുശലേമിന് ഏതോ വലിയ പുണ്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സ്തെഫാനോസ് തെളിയിക്കാൻ ശ്രമിച്ചത് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് യെരുശലേമിലല്ല, വിഗ്രഹാരാധികളുടെ നാടായ കൽദേ ദേശത്താണ്. അതുപോലെ യോസേഫ് മിസ്രൈമിൽ വെച്ചാണ് ദൈവാനുഗ്രഹം നേടിയത്. ആ മിസ്രൈമിൽ യോസേഫിനോട് കൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. പിന്നീട് മോശ ദൈവദർശനം പ്രാപിച്ചത് മിദ്യാൻ ദേശത്ത് വെച്ചാണ്. അപ്പോൾ യെരുശലേമിൽ മാത്രമല്ല, ദൈവം കൽദയരുടെ ഊരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, മിസ്രൈമിൽ യോസേഫിനോട് കൂടെ ഇരുന്നിട്ടുണ്ട്, മിദ്യാൻ ദേശത്ത് ഒരു പുരോഹിതൻ്റെ വീട്ടിൽ മോശയോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു മുൾപ്പടർപ്പിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ യോസേഫിനെയും മോശയെയും സ്തെഫാനോസ് അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതായത് തൻ്റെ സഹോദരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി യോസേഫ് ഭക്ഷണവുമായിട്ട് വന്നു. പക്ഷേ അവനെ ഉന്തി കളഞ്ഞു, അവനെ ഒരു പൊട്ടക്കുഴിയിലിട്ടു, പിന്നെ അവനെ വിറ്റ് കളഞ്ഞു. അതേ യോസേഫിനെ ദൈവം അവരുടെ മധ്യേ അവരുടെ അന്നദാതാവായിട്ട് ഉയർത്തി. അത് നിമിത്തമാണ് 400 വർഷം അവർക്ക് മിസ്രൈമിൽ വളരെ ക്ഷേമമായി കഴിയാനും വർദ്ധിക്കാനും ഇടയായിത്തീർന്നത്. അതുപോലെ മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളൊക്കെ ഉപേക്ഷിച്ച് സഹോദരന്മാരുടെ നന്മ ലക്ഷ്യമാക്കി വന്ന് എബ്രായനോട് വഴക്കിട്ട മിസ്രൈമിനെ അടിച്ചു കൊന്ന് മറവ് ചെയ്ത് അവരെ രക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത്, ഞാൻ ഇസ്രായേലിനെ എവിടെ നിന്ന് വിടുവിക്കുമെന്ന് ഇവർ വിചാരിക്കും എന്നൊക്കെയാണ്. പിറ്റേന്ന് 2 എബ്രായർ വഴക്ക് പിടിച്ചപ്പോൾ സമാധാനം പറയാൻ ചെന്ന മോശെ ഈ അന്യായം ചെയ്തവൻ ഉന്തിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. യോസേഫിനെ തള്ളി കുഴിയിലിട്ടു, എന്നാൽ മോശയെ ഉന്തി. സഹോദരന്മാർ മോശയെ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഓടുകയാണ്. 40 വർഷം മിദ്യാനിൽ ആട് തീറ്റി കഴിയേണ്ടി വന്ന ആ മോശയെ ദൈവം ഉയർത്തി. യോസേഫിനെ ഉയർത്തിയതുപോലെ മോശയെയും ഉയർത്തി. ഇത് കേട്ടുകൊണ്ടിരുന്ന മഹാപുരോഹിതനുൾപ്പെടെ ആളുകൾക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ പറയാൻ പോകുന്നത് യേശുവിൻ്റെ കാര്യമാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വന്ന യേശുവിനെ വിശ്വസിക്കാതെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു, യേശു ഉയർത്തു എന്നിവർ പറയുന്നു, സ്വർഗാരോഹണം ചെയ്തു എന്നിവർ പറയുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഇവൻ തങ്ങളെ നയിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. അവർ പല്ല് കടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായി തെളിയിച്ചാലും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ പുത്രനെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ ഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പിതാവ് ഗ്രഹിപ്പിച്ച് തന്നല്ലോ, അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.